വരുന്ന ഞാനാ എന്താ ഒരു കോള് വരുന്നുണ്ട്. ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് വേറൊരു ചാനൽസിന് ഇന്റർവ്യൂ എടുക്കാൻ. ആകെ 2 ചാനൽ എടുത്തിട്ടുള്ളൂ. അത് ഏതെന്ന് പോലും ഓർമ്മയില്ല. നിങ്ങൾ പോലെ എല്ലാവർക്കും ഇന്റർവ്യൂ എടുത്ത് നടക്കുമല്ലോ നമ്മള്. ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. എങ്ങനെ ഉണ്ടായിരുന്നു ഇവരുടെ കൂടെ? നല്ല എക്സ്പീരിയൻസ്. വെറുതെ പറയണമെന്ന് വണ്ടർഫുൾ. അല്ല, ഞാൻ വളരെ സത്യസന്ധമായിട്ട് പറയണം, ഞാൻ ഈ സെറ്റിൽ വെച്ചിട്ടാണ് ഇവരെ കാണുന്നത്. ഇവരുടെ ഞാൻ അങ്ങനെ അധികം റീൽസ് ഇവരുടെ കണ്ടിട്ടില്ല. അവിടെ വെച്ചിട്ടാണ് ആദ്യമായിട്ട് കാണുന്നത്. നിങ്ങൾ പടം പോകില്ല. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. വേറെ ആരും തിരിച്ചോട്ടെ. നീ ഉണ്ടായിട്ടുള്ളൂട്ടാ. സജി നീ മാത്രം ഉണ്ടായുള്ളൂട്ടാ. നീ ചിരിക്കാമോ ഇതിന്? അങ്ങനെ പറയാനാ. അല്ല, അവൻ പറഞ്ഞതിലൊരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞതിലും കാര്യമുണ്ട്. ആ കുട്ടി ചിരിച്ചാലും കാര്യമുണ്ട്. അത് നിങ്ങളെ നമുക്ക് ഇട്ടൊന്ന് താങ്ങിയതാണല്ലേ. മുത്തല്ല എന്റെ മസ്തു. അതെ, ഇതൊരു പോഴുന്നേറ്റ് എനിക്കെന്തോ പോലെ. ഇവർക്കൊക്കെ ഒരു ക്യാരക്ടർ ഉണ്ട്. കൊറിയൻ കുര്യൻ. കൊറിയയിൽ നിന്ന് ധ്യാൻ ചേട്ടനെ സഹായിക്കാനായിട്ട് കുര്യൻ. എന്തിനാ ക്യാരക്ടർ? കൊറിയയിൽ തന്നെ എന്നാ പോരെ എന്ന് പടം കഴിഞ്ഞതിന് ശേഷം ആൾക്കാർ ചോദിക്കും. എക്സിബിഷന് പെയിന്റിങ്ങോ എന്ന് ഉജ്ജ്വലനോടും ചോദിക്കും. എന്തിനാ ചോദിക്കൂല, അത് ചോദിക്കൂല. പടം വലിച്ചോ. ഇവരൊക്കെ ആക്ച്വലി വേറെ യൂണിവേഴ്സിൽ. നിങ്ങൾക്ക് ഇവരായിട്ട് സിങ്ക് ചെയ്യാൻ പറ്റുന്നില്ലേ? പിന്നെന്താ ധ്യാൻ ചേട്ടന്റെ കോമഡിക്ക് ചിരിക്കാൻ? ചിരിക്കാറില്ല. സീരിയസ് ആയിട്ട് ഈ കേസല്ലേ ഇവൻ പറയുന്ന കോമഡിക്കൊക്കെ ചിരിച്ചു കൊടുക്കും. ഭയങ്കരമാണല്ലോ. അയ്യോ, പോരെ. ഇനി ഒരു താക്കിയത് കൂടി താങ്ങാനുള്ള കഴിവില്ലാത്തോണ്ട് പറയാണ്. എന്റെ പൊന്ന് രാമേന്ദ്ര, നീ ഒന്ന് ഇവിടെ പോയി തരും. ഞാൻ എന്റെ ഡിറ്റക്ടീവ് സ്കിൽ യൂസ് ചെയ്താണ് എന്റെ എക്സിന്റെ സൈഡ് ചിക്കനെ പൊക്കി. ഭയങ്കര എക്സിന്റെ സൈഡ് ചിക്ക് നീയാണ്. അത് കണ്ടുപിടിച്ച മറ്റേത് മീന്. അപ്പോഴാണ് അത് കണ്ടുപിടിച്ചത്. ഞാൻ സൈഡ് ചിക്കെന്ന്. എല്ലാരും വിളിച്ചു. അവൻ ഒരു സിംഗിളാ. ലൈനൊന്നും ഇല്ല, പറഞ്ഞില്ലേ? അതിനൊന്നും ഇല്ലേ? എന്റെ കർത്താവ്, ഇതിനൊന്നും ഒരു അറുതില്ലയോ? കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോഡിൽ പോട്ടെ. പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് 2 ദിവസത്തിനകം ഞാൻ കൂടുതൽ ശക്തി ആർജിച്ച് ഇവിടെ തിരിച്ചെത്തുമെന്ന് ഊന്നി പറയുകയാണ്. മതി, ഞാൻ വന്നിട്ട് തരാട്ടോ. നിങ്ങൾ വരുന്നില്ലേ?